ഹായ് ഡേയ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മേഘനാഥനും പ്രധാനമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ നമ്മുടെ കണ്ണനെ കൊല്ലാൻ വേണ്ടി ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയൊക്കെ കൊട്ടേഷൻ കൊടുത്തത് നമ്മളായിരുന്നില്ലേ, ഇപ്പോൾ അവനാണ് നേരിട്ട് തന്നെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം അവന് അത്രയും പൊറുതി മുട്ടിയിട്ടുണ്ട്. എന്തായാലും കണ്ണനും മഹിയും ഒരു കുഞ്ഞ് ജനിച്ചത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അഹങ്കാരം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ ഇപ്പോൾ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല. നമ്മളാണെങ്കിൽ അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്നല്ലാതെ വേറൊരു പണിയും നമുക്കില്ലല്ലോ. എത്രയൊക്കെ അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ഇപ്പം തന്നെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുമുണ്ട്. ആ കുഞ്ഞാണെങ്കിൽ അതിനെയെങ്കിലും അങ്ങ് കൊന്നുകളയാം എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാലോചിക്കുന്നതെന്നൊക്കെ പ്രതാപനോട് നമ്മുടെ മേഘനാഥൻ സംസാരിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ കൊല്ലുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമില്ല. എന്തായാലും കുഞ്ഞിനെ കൊല്ലേണ്ട കാര്യം അതൊക്കെ നമുക്ക് വഴി തന്നെ തീരുമാനിക്കാം. കുഞ്ഞിൻ്റെ കയ്യിലാണല്ലോ ഇപ്പോൾ എല്ലാ സ്വത്തുക്കളും അവർ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ. ഇത്രയും കാലം കണ്ണൻ്റെയും മഹിയും പിന്നാലെ നടക്കുക എന്നല്ലാതെ വേറൊരു പണി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരൊന്ന് രോമത്തിൽ തൊടാൻ പോലും നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ പാടില്ല. ആ കുഞ്ഞിനെ ജനിച്ച ഉടൻ തന്നെ നമുക്ക് കൊന്നുകളയണമെന്ന് വിചാരിച്ചിട്ടും അതും നടന്നില്ല. ഇപ്പോഴാണെങ്കിൽ ആ കുഞ്ഞിന് ഒരുപാട് വയസ്സായിട്ടുണ്ട്. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും എഴുതി വാങ്ങിച്ചിട്ട് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നൊക്കെ നമ്മുടെ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രധാന മേഘനാഥനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി അയച്ച ഗുണ്ടകളാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ കണ്ണൻ്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ കണ്ണൻ്റെ അരികിലേക്ക് എത്തിയ ഗുണ്ടകളാണെങ്കിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും അവിടുന്ന് രക്ഷപ്പെട്ട് ആ കുഞ്ഞിനെ മഹാലക്ഷ്മിയുടെ കണ്ണൻ്റെയും കുഞ്ഞിനെയും കൊണ്ടിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി പോകുന്നുണ്ട്. അപ്പോഴേക്കാണെങ്കിൽ മഹാലക്ഷ്മിക്കാണെങ്കിൽ ഇത് ആരാ ചെയ്തേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാർക്കോയെ പറ്റി അന്വേഷിപ്പിക്കാൻ വിടുന്നുണ്ട്. മാർക്കോ ആണെങ്കിൽ ഇത് അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയാണ് നമ്മുടെ കണ്ണനെയും മഹിയെ ആ പിഞ്ചു കുഞ്ഞിനെ പോലും കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ അയച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മഹിയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊന്ന് പോകുന്നുണ്ട്. അമ്പലത്തിലെത്തിയ മഹിയാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അവിടെയുള്ള ആ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ആ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും മോള് ആ കാര്യം എന്തായാലും നമ്മുടെ ഉണ്ണിയോടും എല്ലാവരോടും തന്നെ തുറന്നു പറയണം. പ്രതാപനാണ് നിൻ്റെ അച്ഛനെ കൊന്നത് എന്നുള്ള കാര്യം നീ എന്തായാലും അവിടെയുള്ള എല്ലാവരോടും തന്നെ പറയണം. കരുണയും ഉണ്ണിയും അകന്നാൽ മാത്രമേ നിങ്ങൾക്കിനി സുഖമായി സന്തോഷമായി ജീവിക്കാൻ സാധിക്കുള്ളൂ. കരുണയുള്ളിടത്തോളം കാലം നിനക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. നിൻ്റെ കുഞ്ഞിന് ആപത്തുണ്ടാവുമെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയോട് ആ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ ഇത് കേട്ടിട്ട് തനിക്കിനി ഒന്നിനും വയ്യ. ഇത്രയും കാലം അനുഭവിച്ചു, ഇനി എൻ്റെ കുഞ്ഞിനെയും കൂടെ അനുഭവിച്ച് അവൾക്കൊരു വേദന സഹിക്കാനോ അവൾക്കൊരു വേദന കൊടുക്കാനോ എനിക്കിനി സാധിക്കില്ല എന്നുള്ള കാര്യം മഹാലക്ഷ്മി മനസ്സിലാക്കിയതിന് ശേഷമാണെങ്കിൽ കമലേശ്വരം വീട്ടിലെത്തിയ മഹാലക്ഷ്മി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണനെയും എല്ലാവരെയും വിളിച്ചു നിർത്തി പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം എന്നുള്ള രീതിയിൽ മഹാലക്ഷ്മി സംസാരിക്കുമ്പോൾ എന്താണ് ഇതിനൊക്കെ പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ദുർഗ ചോദിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യമാണെന്ന് പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കാര്യമോ, അതെന്ത് കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ കാണിച്ചു കൂട്ടിയതൊക്കെ നിൻ്റെ ഈ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അവൾ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ണിയൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഉണ്ണി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഇങ്ങോട്ടേക്ക് ചോദിക്കാൻ വന്നതെന്നുള്ള കാര്യം മഹാലക്ഷ്മി തുറന്നടിച്ച് നമ്മുടെ ഉണ്ണിയോട് സംസാരിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയാണെങ്കിൽ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ കൊന്ന, നീ അത്രയേറെ സ്നേഹിക്കുന്ന നിൻ്റെ സ്വന്തം അച്ഛനെ കൊന്നത് ഇവളുടെ അച്ഛനാണ്, എന്ന് വെച്ചാൽ എൻ്റെ രണ്ടാം അച്ഛനാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ മഹാലക്ഷ്മിയോട് പൊട്ടിത്തെറിച്ച് കരുണ പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ എന്നെയും ഉണ്ണിയേട്ടനെയും തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് കള്ളം പറയണ്ട. ഞാൻ അപ്പോഴേ ഉണ്ണിയോട് പറഞ്ഞതല്ലേ ഇവളിങ്ങനെ ഓരോ കള്ളം കൊണ്ട് എന്തായാലും വരും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഉണ്ണിയോട് കരുണ പറയുന്നുണ്ട്. പക്ഷേ കരുണയാണെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉണ്ണിക്ക് അത്രയേറെ വിശ്വാസമൊന്നും വരുന്നില്ല മഹാലക്ഷ്മി പറഞ്ഞത് സത്യമാണെന്ന്. പക്ഷേങ്കിൽ മഹാലക്ഷ്മി തെളിവോടെ എല്ലാ കാര്യങ്ങളും ഉണ്ണിക്ക് മുമ്പിൽ നിരത്തുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ നമ്മുടെ കണ്ണനാണെങ്കിൽ അത്ഭുതത്തോടെ മഹാലക്ഷ്മി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ടും ഈ ഒരു സത്യത്തെക്കുറിച്ച് ഒരിക്കൽ പോലും മഹാലക്ഷ്മി തന്നോട് പറഞ്ഞില്ലല്ലോ എന്നാണ് കണ്ണൻ ആ നിമിഷം ആലോചിക്കുന്നത്. ചെറുതായിട്ട് കണ്ണന് മഹാലക്ഷ്മിയോടൊരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, മഹാലക്ഷ്മി പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. സത്യമാണെങ്കിൽ അല്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ നിൻ്റെ മുത്തശ്ശിയും അച്ഛനെയും വിളിച്ചിട്ട് എൻ്റെ മുമ്പിലിരുന്ന് സ്പീക്കറിലിട്ട് സംസാരിക്കണം. സത്യം എന്താണെന്ന് എനിക്കറിഞ്ഞാൽ മതിയാവും കരുണ എന്നുള്ള രീതിയിൽ കരുണയോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. കാരണം കരുണയ്ക്കും ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയാത്തത് കൊണ്ട് തന്നെ കരുണയ്ക്ക് യാതൊരു ഭയമില്ലാതെ കൂടെ തന്നെ കരുണ മുത്തശ്ശിയെ വിളിച്ചിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സത്യം അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ വായിൽ നിന്ന് ആ സത്യം പുറത്തു വരുന്നുണ്ട്.
നിൻ്റെ അച്ഛനാണ് ആ ഉണ്ണിയുടെ അച്ഛനെ കൊന്നതെന്നുള്ള സത്യം മുത്തശ്ശി നമ്മുടെ കരുണയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, നീ ഈ ഒരു വിവരം ആരോടും മറ്റാരോടും തന്നെ പറയാൻ പാടില്ല. മോൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു വിവരത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചതെന്ന് പറയുമ്പോൾ കരുണയാണെങ്കിൽ ഒന്നും പറയാതെ ഫോൺ കട്ടിയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടാ എനിക്കിതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്നുണ്ട് കരുണയോടാണെങ്കിൽ. നീ ഇത്രയും കാലം എന്നെ വഞ്ചിക്കുമായിരുന്നു അല്ലേ? എൻ്റെ അച്ഛൻ്റെ കൊലയാളുടെ മകളാണ് നീ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത്രയും കാലം നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ചു കരുണേ. പക്ഷേങ്കിൽ ഇത്രയും വലിയൊരു തെറ്റ് നിനക്കറിയാമായിരുന്നിട്ടും നീ എന്നോട് മറിച്ചു വെച്ചു. നിൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്നറിഞ്ഞതിന് ശേഷം നിന്നോട് എനിക്ക് യാതൊരു ഇഷ്ടവും തോന്നുന്നില്ല. നാളെ തന്നെ നിൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ നീ എടുത്ത് വെച്ചോളൂ. നാളെ നിൻ്റെ വീട്ടിലോട്ട് കരുണാലയത്തിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഇനി എന്തായാലും നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള കാര്യം ഉണ്ണിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് കരുണയോട് പറയുന്നുണ്ട്. എന്നതിന് ശേഷം ബെഡ്റൂമിലെത്തിയ മഹാലക്ഷ്മിയോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം നീ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ? ഇത്രയും വലിയൊരു കാര്യം നീ എന്നോട് മറച്ചു വെക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല മഹാലക്ഷ്മി. നീ ഇത് ചെയ്ത് വലിയൊരു തെറ്റ് തന്നെയായിപ്പോയി. നിന്നോടും നിൻ്റെ അമ്മയോടും ഞാൻ അന്ന് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് എന്നെ വിവാഹം കഴിക്കാൻ നിങ്ങൾ ഇത്രയും നിർബന്ധം പിടിക്കുന്നത്? അന്ന് എനിക്കറിയില്ലായിരുന്നു നീ ഈ ഒരു കാര്യം കൊണ്ടാണ് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചെന്നുള്ളത്. പക്ഷേങ്കിൽ ഇപ്പം എനിക്ക് കണ്ണേട്ടനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ മഹി പറയുന്നുണ്ടെങ്കിലും കണ്ണനാണെങ്കിൽ ഒന്നും തന്നെ മഹിയോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ മഹിയോട് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന കണ്ണനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ തന്നെയാണ് മഹിയോട് നിൽക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ കരുണയും കൊണ്ട് കരുണാലയത്തിലോട്ട് പുറപ്പെടുന്ന ഒരു നിമിഷം തന്നെയാണ് നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത് തന്നെ. കരുണയുടെ കരുണാലയത്തിൽ എത്തിയതിന് ശേഷമാണെങ്കിൽ ഉണ്ണി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയുടെ മകളെ ഇനി എനിക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉണ്ണിയാണെങ്കിൽ തുറന്നടിച്ച് സംസാരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നോട്ടെ. ഇത്രയും കാലം ഇവളിവിടെ പിണങ്ങി വന്ന സമയത്ത് ഞാൻ അവളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേങ്കിൽ ഇനി അതുണ്ടാവില്ല. ഇനി എനിക്ക് ഇവളെ വേണ്ട. നിങ്ങൾ തന്നെ ഇവളെ കാത്തു സൂക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ അവിടെ നിന്ന് പടിയിറങ്ങാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.